മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ കരയ്ക്ക് കയറ്റി വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. കുട്ടമ്പഴയ്ക്ക് സമീപം കൂവപ്പാറയിൽ പുരയിടത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വച്ച ആവശ്യം. എന്നാൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും നിരീക്ഷണങ്ങൾക്ക് ശേഷം മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും MLA ഷിബു തെക്കുംപുറം വ്യക്തമാക്കി. പുലർച്ചെ 5:30-യോടെയാണ് കാട്ടുകൊമ്പൻ കൂവപ്പാറ ജുമാ മസ്ജിദിന് സമീപമുള്ള തട്ടായത്ത് അലിയാരുടെ പുരയിടത്തിലെ ഉപയോഗശൂന്യമായ കിണറിൽ വീണത്. സമീപമുള്ള മറ്റൊരു കുഴിയിൽ വീണ് എഴുന്നേറ്റ ഉടനെയാണ് വീണ്ടും കിണറ്റിലേക്ക് വീണത്. പതിവായി ഈ മേഖലയിലെത്തി ശല്യം ചെയ്തിരുന്ന കൊമ്പനാണ് ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്നയുടൻ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ആനയെ JCB ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചുവെങ്കിലും നാട്ടുകാർ ഇത് തടഞ്ഞു. സംഭവിച്ച എനിക്കറിയാവുന്ന ആനയെ തിരികെ വിടാതെ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നതായിരുന്നു ആവശ്യം. ഇതോടെ വനം വകുപ്പ് അധികൃതർ പ്രതിരോധത്തിലായി. തുടർന്ന് MLA ഷിബു തെക്കുംപുറവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ടു. ഒടുവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും മയക്കുവെടി വയ്ക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്നും വനം വകുപ്പ് അധികൃതർ MLAയെ അറിയിച്ചു. തുടർന്നെടുത്ത തീരുമാനങ്ങൾ MLA നാട്ടുകാരോട് വ്യക്തമാക്കി. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റിൻ്റെ ഡോക്ടറും ഇവിടെ സ്ഥലത്തുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ ആനയുടെ ആരോഗ്യം അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വെടിവെച്ചാൽ ആനയ്ക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മയക്കുവെടി വെച്ച് ആനയെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായും ബുദ്ധിമുട്ടാണെന്ന് അവർ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആനയെ കിണറ്റിൽ നിന്നും കയറ്റി വിടുക, തുടർന്ന് ആനയെ നിരീക്ഷിക്കാനായിട്ട് 4 ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട തർക്കങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ ആനയെ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് ഓടിച്ചു വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.